ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാല് വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നൊന്നുമില്ല. ഞാൻ ഒരു ഐറ്റം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഞാൻ ഇത്താതെ. അപ്പോൾ അത് മാത്രമായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. മീൻസ് നമ്മൾ ഇത്രയും ദിവസം എടുത്ത പോലെയല്ല, കുക്കിംഗ് വ്ളോഗ് മൊത്തത്തിൽ കാണിക്കുന്നില്ല, ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതേ ഇന്ന് നോമ്പ് 4ആയി. അപ്പം നമ്മളെ 4ാമത്തെ ദിവസത്തിലുള്ള റമളാൻ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താന്ന് വെച്ചാല് എന്താ സുഡാനി അല്ല, ഇറാനി പോളയാണ് കേട്ടോ. ഇറാനി പോള ഇപ്പൊ പലർക്കും അറിയുന്ന സംഭവമായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. കഴിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ താതെ ഞാൻ വിചാരിച്ചു പിന്നെ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. അപ്പൊ നമ്മള് ചിക്കൻ വെച്ചിട്ട് ഇറാനി പോള ചെയ്യാന്ന് വിചാരിച്ചു. ഇറച്ചി വെച്ചിട്ടും ചെയ്യാം, ബീഫ് വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഇറാനി പോള ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സെറ്റ് ആവോ ഇല്ലതെന്ന് അറിയില്ല കേട്ടോ. സെറ്റ് ആയാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ഇടും. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത്. ആരും റിപ്ലൈ ഒന്നും തന്നതായിട്ട് കണ്ടില്ല, കമന്റ് ചെയ്ത പോലെ ഒന്നും കണ്ടില്ല. അപ്പൊ പറയാ വീഡിയോ ഇഷ്ടമാവുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇറാനി പോളക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല ഉണ്ട്, അത് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടി 2 ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കന് നമ്മൾ ജസ്റ്റ് മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളത് പൊരിച്ചെടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ഇറച്ചി ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ പിച്ചി എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയിലൊന്നും അടിച്ചില്ല കേട്ടോ, അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൈദ ഇടാണ് കേട്ടോ. മൈദ നമ്മളൊരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കേട്ടോ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ പാല്, അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളെ പരിപാടി. നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചു വെച്ചല്ലോ, ആ ഓയിലിൽ തന്നെ കേട്ടോ നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, അതേപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ചപ്പും പൊതിന ഇഷ്ടമാണെങ്കിൽ ഇടാം, നമ്മളത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പിച്ചി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ ഉണ്ടല്ലോ, ആ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു വേവ് ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. നമ്മളിവിടെ തക്കാളിയും അതേപോലെ കാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അത് 2 കൂടി വെച്ചിട്ട് ഇതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വെന്തോന്നുള്ളത് നമ്മൾ കുത്തി നോക്കുക. മുകൾ ഭാഗം ഉള്ളിലേക്ക് വെന്തിട്ടുണ്ടെങ്കിൽ സെറ്റായി എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളിത് തിരിച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് ടാസ്ക്കാണ്, എന്നാലും ധൈര്യപൂർവ്വം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ധൈര്യപൂർവ്വം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.